എത്ര ലാഘവത്തോടു കൂടിയാണ് വിമർശനത്തെ ഉൾക്കൊള്ളുന്നത്. ഇതായിരുന്നില്ലല്ലോ ഇന്നലത്തെ വിശദീകരണവും ന്യായീകരണവും. സംഭവം ഉണ്ടായതിനു ശേഷം കേരളത്തിൻ്റെ മന്ത്രിസഭാംഗം കൂടിയായിട്ടുള്ള ശ്രീമതി ചിഞ്ചു റാണി എറണാകുളത്ത് നടത്തിയ പ്രതികരണം എന്തായിരുന്നു? എം വി ഗോവിന്ദൻ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ പ്രതികരണം എന്തായിരുന്നു? മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ആ കാര്യത്തിൽ വളരെ ക്രിയാത്മകമായ പ്രതികരണം നടത്തിയത് ഒഴിച്ചാൽ മറ്റു മന്ത്രിമാരും പാർട്ടി നേതാക്കളുമൊക്കെ ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരമപുച്ഛത്തോടും പരിഹാസത്തോടും കൂടിയല്ലേ സത്യത്തിൽ ഈ പ്രശ്നത്തെ അവരെല്ലാവരും അഭിസംബോധന ചെയ്തത്. പ്രതിഷേധ സമരം നടത്തുന്നു പറയുന്നത് അനാവശ്യമാണ്, രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ പ്രശ്നത്തെ കാണുന്നത് എന്നും പരിഹാസത്തോടും പുച്ഛത്തോടും കൂടിയായിരുന്നു CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സമരം ചെയ്യുന്നവരെ കുറിച്ച് കഴിഞ്ഞ ദിവസം പരാമർശിച്ചത്. ഇന്ന് 2 മന്ത്രിമാരടക്കം ഭവനത്തിൽ ചെന്ന് നഷ്ടപരിഹാര തുക അടക്കം കൊടുത്തു. അപ്പോൾ ഈ കാര്യത്തിൽ മാനേജ്മെൻറ്റിനും ഗവൺമെൻറ്റിനും ആർക്കും ഒരു ഉത്തരവാദിത്വമില്ലെന്നും ഇങ്ങനെ അപകടാവസ്ഥയിലാണ് എന്ന് അറിയാനുള്ള സാധ്യത വളരെ പരിമിതമാണെന്നും അതുകൊണ്ട് ആരുടെയും ഭാഗത്ത് ഒരു വീഴ്ചയുമില്ല എന്ന് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗം കൂടിയായിട്ടുള്ള കൊല്ലം ജില്ലയെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി തന്നെ പരസ്യമായി പൊതുയോഗത്തിൽ പ്രതികരിക്കുകയും അതിനുശേഷം ഈ കാര്യങ്ങളിലൊക്കെ ചില നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് സാധാരണ ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്? അവിടെയാണ് ഞങ്ങൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു ദുരന്തമുണ്ടാകുമ്പോൾ, ഒരു വിഷയമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ജനാധിപത്യ രീതിയിലുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകും. ആ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതൊന്നും കേരളത്തിൽ പുതുമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളൊരു പാർട്ടിയാണെന്ന് കേരളം ഭരിക്കുന്ന പാർട്ടിയും അവരുടെ വർഗ ബഹുജന സംഘടനകളും. അവരാണിന്ന് പ്രതിഷേധ സമരങ്ങളെയും ജനകീയ പ്രതിഷേധങ്ങളെയും ഒക്കെ പരമപുച്ഛത്തോടുകൂടി അവഗണിക്കുകയും പരിഹാസ രൂപത്തിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം, ആ സന്ദർഭങ്ങളിലെങ്കിലും യാഥാർത്ഥ്യബോധത്തോടു കൂടി പ്രശ്നങ്ങളെ സമീപിക്കാൻ. ഇപ്പോൾ പറയുന്നല്ലോ ഏകോപനത്തിൻ്റെ അഭാവം. കഴിഞ്ഞ പ്രാവശ്യം കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട സംസ്ഥാന മന്ത്രി പറഞ്ഞത് എന്താണ്? അതിന് മുമ്പ് നടന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ആരോഗ്യ മന്ത്രി പറഞ്ഞത് എന്താണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ഉപകരണങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിൽ ഓപ്പറേഷൻ മാറ്റിവെച്ചപ്പോൾ അത് സിസ്റ്റത്തിൻ്റെ ഫെയിലൂറാണ്, കോർഡിനേഷൻ്റെ അഭാവമാണ്. അപ്പോൾ ആരാണ് ഈ സിസ്റ്റം കറക്റ്റ് ചെയ്യേണ്ടത്? ആരാണ് ഈ കോർഡിനേഷൻ നടത്തേണ്ടത്? ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, ക്യാബിനറ്റ് ഭരണ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കൂട്ടുത്തരവാദ ബോധത്തോടു കൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. അതാണ് ക്യാബിനറ്റ് ഫോം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടുത്തരവാദ ബോധത്തോടു കൂടി പ്രവർത്തിക്കേണ്ടുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ല എന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് സിസ്റ്റത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെ ടോട്ടൽ ഫെയിലൂറാണ്. അതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത്. ആ ഫെയിലൂർ അല്ലെങ്കിൽ ആ വീഴ്ച, പരാജയം ഗവൺമെൻറ് അംഗീകരിക്കുന്നുണ്ടോ? CPM അംഗീകരിക്കുന്നുണ്ടോ? അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ സംഭവവും കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണതും ഈ സ്കൂൾ ക്യാമ്പസിൽ വെച്ചൊരു കുട്ടി ഷോക്കേറ്റ് മരിക്കാനിടയായിട്ടുള്ള സാഹചര്യവും ആകെ പരിശോധിക്കുമ്പോൾ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിൻ്റെ അഭാവമാണ് ഇതിനൊക്കെ ആധാരമായ കാരണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഗവൺമെൻറ് സിസ്റ്റം ടോട്ടൽ ഫെയിലൂറാണ്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഞങ്ങൾ അങ്ങനെ ചൂണ്ടിക്കാണിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ ശരി, ശ്രീ N.K. പ്രേമചന്ദ്രൻ, ഞാൻ അങ്ങയിലേക്ക് വരാം.